സുപ്രീം കോടതിയോട് നിങ്ങൾ പോയി ചോദിച്ചാൽ മതി കേട്ടോ. താങ്കൾക്കെതിരെ ഇവിടുന്ന് കുറച്ച് വാനരന്മാർ ഇറങ്ങിയല്ലോ ഓരോ ഉന്നയിക്കലുമായിട്ട്. അവരൊക്കെ അങ്ങോട്ട് പോകാൻ പറ. ഇക്കരയായാലും അവിടെ പോയി ചോദിച്ചു. താങ്കളുടെ ബ്രദറിനെ കുറിച്ച് ഒരു അലിഗേഷൻ ഉണ്ടായിരുന്നു, ഇരട്ട വോട്ടുകായിരുന്നു. എല്ലാം പറഞ്ഞു. സുരേഷ് ഗോപിയുടെ സഹോദരനെതിരെ ഉയർന്ന ആരോപണങ്ങളിലടക്കം ചോദ്യങ്ങൾ മാധ്യമപ്രവർത്തകർ ചോദിച്ചുവെങ്കിലും ആ ചോദ്യത്തിനോട് പ്രതികരണം സുരേഷ് ഗോപി നൽകിയില്ല എന്നുള്ളതാണ് ഏറ്റവും എടുത്ത് പറയേണ്ടത്. ഇതിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം, കഴിഞ്ഞ കുറേ നാളുകളിൽ മാധ്യമപ്രവർത്തകരോട് അവരുടെ ചോദ്യങ്ങളോട് മൗനം പാലിച്ചിരിക്കുകയായിരുന്നു സുരേഷ് ഗോപി. ഇന്ന് തൃശ്ശൂരിൽ എത്തിയ സുരേഷ് ഗോപി മാധ്യമപ്രവർത്തകരെ കാണുകയും മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് വിവരം നൽകുകയും ചെയ്തിരുന്നു. കുറേ നാളുകൾക്ക് ശേഷമാണ് സുരേഷ് ഗോപി മാധ്യമപ്രവർത്തകരെ കാണുന്നത്. പ്രത്യേകിച്ച് സുരേഷ് ഗോപിക്കെതിരെ ഉയർന്ന ആരോപണങ്ങളിൽ മൗനം തുടരുന്ന സുരേഷ് ഗോപി ഇന്ന് ആ മൗനം വിട്ടിരിക്കുന്നു. നടരാജ് ചേരുകയാണ്. നടരാജ്, മീഡിയ വൺ കൊണ്ടുവന്ന വാർത്തകളിലടക്കം വലിയ വിവാദങ്ങൾ നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ സുരേഷ് ഗോപി കഴിഞ്ഞ കുറേ നാളുകളായി മൗനം തുടരുകയാണ്. ഇന്ന് ആ മൗനം അദ്ദേഹം വിട്ടു. എന്താണ് മാധ്യമപ്രവർത്തകരോട് അദ്ദേഹം പറഞ്ഞത്? കേന്ദ്രമന്ത്രിയുമായ സുരേഷ് ഗോപി ഇവിടെ ശക്തം പ്രതിമയിൽ ഹാരാർപ്പണം നടത്തിയ ശേഷം മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. ഏറെ ദിവസങ്ങളിലായി മാധ്യമങ്ങളിലും മറ്റും നിൽക്കുന്ന നമ്മൾ പുറത്തുവിട്ട വിവരം ഉൾപ്പെടെയുള്ള വിവാദങ്ങളിൽ അദ്ദേഹം മൗനം ഭഞ്ജിച്ചിരിക്കുന്നു എന്നാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. സുരേഷ് ഗോപി പറയുന്നത് തനിക്കെതിരായ ആരോപണം ഉൾപ്പെടെ മാധ്യമങ്ങളിൽ വന്ന എല്ലാ ആരോപണങ്ങളിലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മറുപടി പറയും, ഇന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മറുപടി പറയും എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ഇക്കാര്യത്തിൽ കൂടുതൽ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് സുപ്രീം കോടതിയിൽ പോയാൽ സുപ്രീം കോടതിയും ഇക്കാര്യത്തിൽ ഒരു വിശദീകരണം നൽകും എന്ന് സുരേഷ് ഗോപി പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഈ വിഷയത്തിൽ അദ്ദേഹം നടത്തുന്ന ഒരു ആദ്യ പ്രതികരണമാണ് ഇത് എന്ന് പറയാൻ. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി അദ്ദേഹത്തിന്റെ പ്രതികരണം നമ്മൾ പല തവണ തേടിയിരുന്നു. അപ്പോഴൊന്നും ഈ വിഷയത്തിൽ ഒരു വാക്കുപോലും മിണ്ടാൻ അദ്ദേഹം തയ്യാറായിരുന്നില്ല. പക്ഷെ ഇന്ന് തൃശ്ശൂരിലെ ചിങ്ങം 1 ശക്തൻ തമ്പുരാന്റെ പ്രതിമയിൽ ഹാരാർപ്പണം നടത്തിയ ശേഷം കേന്ദ്രമന്ത്രി മൗനം ഭഞ്ജിച്ചിരിക്കുകയാണെന്ന് പറയാം. നമ്മൾ പല ചോദ്യങ്ങൾ എടുത്തു ചോദിച്ചിട്ടുള്ളത് പറഞ്ഞത് അദ്ദേഹത്തിന്റെ സഹോദരനെതിരായ ഇരട്ട വോട്ട് ആരോപണം, അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ കുടുംബം തെറ്റായ വോട്ട് ചേർത്തു എന്ന അധികം പ്രധാനന്റെ ആരോപണം ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളിലും മാധ്യമങ്ങൾ മാറി മാറി ചോദ്യം ഉന്നയിച്ചെങ്കിലും ഇതിന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മറുപടി പറയും എന്ന് അദ്ദേഹം പറഞ്ഞു. അങ്ങനെ അല്ലെങ്കിൽ ഇത്തരം ആരോപണങ്ങളുമായിട്ട് ഉന്നയിച്ച് നടക്കുന്ന വാനര കൂട്ടങ്ങളുണ്ടല്ലോ, അവർ സുപ്രീം കോടതിയെ സമീപിക്കട്ടെ, അവർ മറുപടി പറയും എന്ന് സുരേഷ് ഗോപി പറഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ BJP നേതൃത്വവുമായി ബന്ധപ്പെട്ട് BJP ശോഭാ സുരേന്ദ്രൻ മാധ്യമങ്ങളെ കാണുന്നുണ്ട്. അതിലേക്ക് ഏതായാലും നമുക്ക് അതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ തേടേണ്ടതുണ്ട്. സുരേഷ് ഗോപിയുടെ പ്രതികരണം ഒരിക്കൽ കൂടി ഒന്ന് കാണാം. രാഷ്ട്രീയ വിഷയങ്ങളല്ല, നിങ്ങൾ ഉന്നയിച്ച വിഷയങ്ങൾക്കെല്ലാം ഇന്ന് ചീഫ് ഇലക്ഷൻ കമ്മീഷൻ മറുപടി പറയും. എന്തുകൊണ്ട് ഞാൻ മറുപടി പറഞ്ഞില്ല? മറുപടി പറയേണ്ടത് അവരാണ്, ഞാൻ മന്ത്രിയാണ്. ഇപ്പോൾ ആ ഉത്തരവാദിത്വം ഞാൻ പെർഫെക്റ്റ് ആയിട്ട് കീപ്പ് ചെയ്തിട്ടുണ്ട്. മറുപടി പറയേണ്ടവർ ഇന്ന് മറുപടി പറയും. ചോദ്യങ്ങൾ കൂടുതലുണ്ടെങ്കിൽ അവരോട് ചോദിച്ചോ. തൃശ്ശൂരിനെ സംബന്ധിച്ചുള്ള വിഷയങ്ങൾ അവരത് സുപ്രീം കോടതിയോട് നിങ്ങൾ പോയി ചോദിച്ചാൽ മതി കേട്ടോ. താങ്കൾക്കെതിരെ ഇവിടുന്ന് കുറച്ച് വാനരന്മാർ ഇറങ്ങിയല്ലോ ഓരോ ഉന്നയിക്കലുമായിട്ട്. അവരൊക്കെ അങ്ങോട്ട് പോകാൻ പറ. ഇക്കരയായാലും അവിടെ പോയി ചോദിച്ചു. താങ്കളുടെ ബ്രദറിനെ കുറിച്ച് ഒരു അലിഗേഷൻ ഉണ്ടായിരുന്നു, ഇരട്ട വോട്ടുകായിരുന്നു. എല്ലാം പറഞ്ഞു. അദ്ദേഹം പറഞ്ഞത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മറുപടി പറയും. തനിക്കെതിരെ ഉയർന്നിരിക്കുന്ന ആരോപണങ്ങളിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് മറുപടി പറയുന്നത്. താൻ മന്ത്രിയാണ്, തന്റെ ദൗത്യം താൻ നിർവഹിക്കുന്നു. ആരോപണങ്ങളിൽ മറുപടി പറയേണ്ടത് തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് എന്നുള്ള ഒരു മറുപടിയാണ് അദ്ദേഹം ഉന്നയിച്ചത്. തന്റെ സഹോദരന്റെ ഇരട്ട വോട്ടുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾക്ക് പോലും സുരേഷ് ഗോപി മൗനം പാലിച്ചു. അത് തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് മറുപടി പറയേണ്ടത്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്നുച്ചയ്ക്ക് മറുപടി പറയും. ചോദിക്കാനുള്ള കാര്യങ്ങളെല്ലാം അവിടെ ചോദിക്കൂ എന്നാണ് സുരേഷ് ഗോപി പറഞ്ഞത്.